നമ്മളിന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ 1 ഡേ ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ചാനലിലാണ് അപ്പ് ആൻഡ് ഡൗൺ പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആ ഒരു ചാനലിൻ്റെ റെസിസ്റ്റൻസ് റീജിയനിലാണ് ഇന്നത്തെ ക്യാൻഡിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് തരാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ ചാൻസ് ഇല്ല. കുറച്ചുകൂടെ അത് താഴോട്ട് വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലൈൻ വരെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകാനായിരിക്കും സാധ്യതയുള്ളത്. അപ്പോൾ എന്തായാലും അധികം താഴേക്ക് ഇത് പോയില്ല. ഒരു 890 റേഞ്ചിൽ വരെയൊക്കെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകും. എന്നിട്ട് പിന്നെ ഇത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലൊക്കെ 24,000 അബവ് നിൽക്കുകയാണ്. നിഫ്റ്റി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ആൾക്കാർക്ക് പൊതുവേ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് വേണ്ടി ഒരു പ്രയോജനം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ 1 മിനിറ്റ് ചാർട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് കാണാം നല്ല രീതിയിൽ അത് ബിയറിഷായിട്ട് താഴോട്ട് വരുന്നുണ്ട്. ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. ഇനിയും കാത്തു നിന്നാൽ വീണ്ടും നമ്മുടെ സമയം പോകും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു എൻട്രി എടുക്കാം. നമ്മൾ സെല്ല് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു 992 റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്യാം. എന്തായാലും 100 ക്വാണ്ടിറ്റീസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം 100 ക്വാണ്ടിറ്റീസ് സെല്ല് ചെയ്യാൻ നമുക്ക് 19,000 രൂപ ഏകദേശം ആകുന്നുള്ളൂ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ലിവറേജ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ 992.15 എന്നുള്ള റേറ്റിന് നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ 100 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ. ഈ ഏകദേശം ഒരു 987 ആണ് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ലൈൻ. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 987 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ ഇതെത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് 987 എന്ന് പറയുന്ന ആ ഒരു ലൈനിലേക്ക് എത്തുന്നവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യില്ല. കാരണം അതൊരു റിസ്ക്കാണ്. നമ്മൾ ഏകദേശം ഒരു 989 ഒക്കെ ആകുമ്പോൾ സെല്ല് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സപ്പോർട്ട് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ഈ 987 എന്ന് പറയുന്നൊരു പോയിന്റിൽ തിരിച്ചിത് ഒരു സപ്പോർട്ട് എടുത്ത് ബുള്ളിഷായി മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ 992 എന്നുള്ള പ്രൈസിന് മുകളിലേക്ക് ഇത് പെട്ടെന്ന് കയറിപ്പോകാനും നമുക്ക് അവിടെ ഒരു നഷ്ടം ഉണ്ടാകാനും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കില്ല. നമ്മളൊരു സേഫ് സോണായിട്ട് കുറച്ച് ആ ഒരു സപ്പോർട്ട് വരുന്നതിൻ്റെ കുറച്ച് മേളിലായിട്ടാണ് ആ റീജിയൻ്റെ മാർക്ക് വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ വരച്ചിരിക്കുന്നതിന് കുറച്ച് താഴെയാണ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലൈൻ വരയ്ക്കേണ്ടത്. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി വരച്ചിരിക്കുകയാണ്. നമുക്ക് ലാഭം വലുതായിട്ട് കിട്ടിയില്ലെങ്കിലും നഷ്ടം ഉണ്ടാകരുത്. ബേസിക് ആയിട്ടുള്ളൊരു റൂൾ അതാണ്. ഒരുപാട് റിസ്ക് എടുത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലാഭവും കൂടെ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ നമുക്ക് റിസ്ക് ഇല്ലാതെ മാക്സിമം എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും ഇത് നമ്മളൊരു 999 അല്ലെങ്കിൽ ആ ഒരു 1000 താഴെ സെല്ല് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡിങ്ങും അതിൻ്റെ കാര്യങ്ങളും മൈക്കും എല്ലാം എടുത്ത് ഓക്കെ വന്നപ്പോഴേക്കും സ്റ്റോക്ക് താഴേക്ക് പോയി. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന സ്കാൽപ്പിംഗ് ആണ്. സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഈ സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ട്രേഡ് എൻ്റർ ആയി കഴിഞ്ഞിട്ട് എക്സിറ്റ് ആവുന്ന ആ ഒരു സമയമാകും നമ്മൾ സ്ക്രീൻ റെക്കോർഡൊക്കെ ഓൺ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇന്നെന്തായാലും കുറേ നാളായി നമ്മളൊരു ട്രേഡിൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രോഫിറ്റ് കുറച്ച് കിട്ടിയാലും സാരമില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ നല്ലൊരു പോയിൻറ്റ്സ് നമുക്ക് ഏകദേശം നമുക്കൊരു കിട്ടേണ്ട ഒരു 7-8 പോയിൻറ്റ്സ് നമുക്ക് നഷ്ടമായി. എന്നാലും ഒരു 3 പോയിൻറ്റ്സും കൂടി എനിക്ക് നമുക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 987 അല്ലെങ്കിൽ ഒരു 989 വരെയൊക്കെ നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഒരു 3 പോയിൻ്റ് എന്തായാലും നമുക്ക് ഗ്യാരണ്ടീഡായിട്ട് കിട്ടും. അപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാനിത് ഈ ഒരു ഇത്രയും താഴെ വന്ന് എൻട്രി എടുക്കില്ലായിരുന്നു. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, ഇന്നൊരു ട്രേഡ് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു എൻട്രി എടുത്തത്. ഒരു 993.5 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 993.5 എന്നുള്ള റേഞ്ചിലേക്ക് സ്റ്റോക്ക് മുകളിലേക്ക് കയറുവാണെങ്കിൽ നമ്മൾ ആ ഒരു ലോസ് ഡിക്ലെയർ ചെയ്ത് അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങും. പക്ഷേ അങ്ങനെ പോകാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് തന്നെ ഈ സ്റ്റോക്ക് വരും. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 990 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ വരച്ച ആ ഒരു സപ്പോർട്ട് റീജിയനോട് അടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അധികം റിസ്ക് എടുക്കാതെ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ തിരിച്ച് കയറി പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റും ഇല്ല, ലോസിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ അത്യാഗ്രഹം പാടില്ല. കിട്ടുന്നതുകൊണ്ട് സേഫായിട്ട് കിട്ടുന്നതുകൊണ്ട് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓരോ സെക്കൻഡ് താമസിക്കും തോറും നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 285 കിട്ടിയുള്ളൂ. നമ്മളൊരു 3 സെക്കൻഡോടെ നേരത്തെ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 390 കിട്ടിയാണ്.
അപ്പോൾ ഒരു 300 പ്രോഫിറ്റ് ഉറപ്പായിട്ടും കിട്ടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. സ്കാൽപ്പിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട അതാണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ആ ഒരു സപ്പോർട്ട് റീജിയനിൽ വന്ന് ഇപ്പോൾ അത് പതുക്കെ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് കയറുന്നുണ്ട്. ഈ ഒരു 200 MA ഒരു റെഡ് കളറിൽ കാണുന്ന ആ മൂവിങ് ആവറേജിൽ ഏകദേശം ഒരു സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി മുകളിലേക്ക് കയറാനൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡ് ഇവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇനി അത് എങ്ങോട്ട് വേണേൽ പോയിക്കോട്ടെ, അത് നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ ട്രേഡ് എടുത്തു, നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഇനി ഇത് മുകളിലേക്ക് കയറിയാലും നമ്മൾ ബാധിക്കുന്നില്ല, താഴേക്ക് ഇറങ്ങിയാലും നമ്മൾ ബാധിക്കുന്നില്ല. അല്ലാതെ ഇത് കണ്ടിട്ട് ചിന്തിച്ചിരിക്കരുത്, ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടിയാൽ. ചിലപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങാം, നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടാം. പക്ഷേ നമ്മളങ്ങനെ ചിന്തിച്ച് കണ്ടോ, 200 MA ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി, നമ്മൾ വരച്ച ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ടാറ്റ മോട്ടോഴ്സും കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് അത് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു ഹ്യൂജ് ലോസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മുടെ റിസ്ക് കുറച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത്, ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും റിസ്ക് കുറച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ലോങ് ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൂടുതലും പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ ഒരു ദിവസത്തെ ഒരു മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു 285 രൂപ കിട്ടിയിട്ടുള്ളൂ. ബ്രോക്കറേജും ചാർജസും ഒക്കെ പോകുമ്പോൾ അതിൽ നിന്നും കുറച്ച് പൈസ കട്ടാവും. സോ എന്തായാലും ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 1-2 ട്രേഡും കൂടെ എടുക്കും. ഇപ്പോൾ സെക്കൻഡ് ട്രേഡിൽ തന്നെ ഒരു 700 എബോവ് കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ ട്രേഡ് എടുക്കാൻ നിൽക്കില്ല. അല്ല അതിലും കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും എടുത്തു നോക്കും. സോ ഒരു 1000 rupees പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ 100 ക്വാണ്ടിറ്റി 19,847 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് എന്നുള്ളത്. ശരിക്കും അതിന് ലിവറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെറോദ നമുക്ക് തരുന്നത് 5x ലിവറേജ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5 രൂപ വില വരുന്ന സ്റ്റോക്ക് വരെ വാങ്ങാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ വില വരുന്ന സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ 100 ക്വാണ്ടിറ്റി ഏകദേശം 1 ലക്ഷം രൂപ വരെ റേറ്റ് വരുന്ന സ്റ്റോക്ക് നമുക്ക് വെറും 20,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ സാധിച്ചത്. അപ്പോൾ സെറോദയിൽ ലിവറേജ് കിട്ടും, പക്ഷേ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏകദേശം 200 രൂപയോളം ചാർജ് വരുന്നുണ്ട്. ഇൻട്രാഡേയിൽ ഒരു സാധനം വിൽക്കുമ്പോൾ 20 രൂപ ചാർജ് വരുന്നുണ്ട്, ഒരു സാധനം വാങ്ങുമ്പോൾ 20 രൂപ ചാർജ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി നമ്മളൊരു ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 40 rupees നമുക്ക് ഇവരുടെ ബ്രോക്കറേജ് മാത്രം പോകുന്നുണ്ട്. അതേസമയം കോട്ടക് നിയോ, പേടിഎം മണി പോലുള്ള ആപ്പുകളൊക്കെ ആണെങ്കിൽ, പക്ഷേ കോട്ടക് നിയോയിൽ ലിവറേജ് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ കോട്ടക് നിയോ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ പേടിഎം മണിക്ക് അത് നമുക്ക് ഏകദേശം 10x ലിവറേജ് വരെ കിട്ടും. അതായത് നമ്മുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ 10 രൂപയുടെ സാധനം വരെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ടാറ്റ മോട്ടോഴ്സൊക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങളിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ 100 ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ സാധിക്കും. മാത്രമല്ല അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഇല്ല. പിന്നെ പുതിയതായിട്ട് തുടങ്ങുന്ന അക്കൗണ്ടുകൾക്ക് 10 ദിവസം വരെ ബ്രോക്കറേജ് ഫ്രീ ആണ്. അതായത് നമ്മൾ ഈ ബ്രോക്കറേജ് കൊടുക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാം. കാരണം ഈ ട്രേഡ് എടുക്കുമ്പോൾ ഒരു 40 രൂപയൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. നിങ്ങൾ ചെറിയ റേറ്റിനായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 100-200 രൂപ കിട്ടുമ്പോൾ അതിൽ 40 രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേട്ടമാണ്. അപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. സോ ഇതൊരു ബ്രോക്കേഴ്സിനൊന്നും അക്കൗണ്ട് എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, പേടിഎം മണിയിൽ അക്കൗണ്ട് തുടങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിൽ പിന്നും ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർക്ക് അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അല്ലാതെ വേറെ ബ്രോക്കേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അത് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്ത് പോകാം, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനൊരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് പറഞ്ഞതുള്ളൂ. നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും മൈക്ക് എടുക്കാനും ഒക്കെ നിന്നതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പോയത്. അല്ലെങ്കിൽ ആ ഒരു 998 എന്ന് പറയുന്ന ഒരു റേഞ്ചിലൊക്കെ നമ്മൾ സെല്ല് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 900 rupeesന് അകത്ത് പ്രോഫിറ്റ് കിട്ടിയാണ്. സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് തീരുമാനം എടുത്ത് സെക്കൻഡുകൾ കൊണ്ട് എൻട്രി ആയി എക്സിറ്റ് ആകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ മൈൻഡ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു enable the bell button. So I will see you in my next video. I am Adil Hussain signing off.